സിംഗപ്പൂരിലെ ചാങ്ങി എയർപോർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിംഗപ്പൂരിലെ ചാങ്ങി എയർപോർട്ടിൽ 4 ടെർമിനൽസ് ആണുള്ളത്. ടെർമിനൽ 1, ടെർമിനൽ 2, ടെർമിനൽ 3, ടെർമിനൽ 4. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ടെർമിനൽ 5. ടെർമിനൽ 5 ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ടെർമിനൽ 5ൻ്റെ മേക്കിംഗ് എക്സിബിഷനിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു എക്സിബിഷനാണ്. ടെർമിനൽ 5 എന്താണ്, എങ്ങനെയാണ്, അതെ എങ്ങനെ ഇരിക്കും എന്നുള്ളതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടോണി ചൈൻ സിംഗപ്പൂരിന്റെ ഒരു കുഞ്ഞ് എപ്പിസോഡിലോട്ട് സ്വാഗതം. പ്രൊജക്ടർ വഴിയാണ് ഈ സാധനങ്ങൾ. അതൊന്നും മനസ്സിലായില്ലായിരുന്നു. എനിക്ക് മനസ്സിലായില്ല. അടിപൊളിയായിരിക്കേ. സിംഗപ്പൂരിന്റെ നാഷണൽ ഫ്ലവർ ഏതാ? മാൻഡാ മിസ്റ്റോക്കിയും. ആരാ? നമ്മൾ ഈ ടെർമിനൽ 3യിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഈ ബാഗേജ് സ്റ്റോറേജ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഷോപ്പാണ്. ഇവിടെ നമുക്ക് ബാഗ് നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഷോപ്പിംഗ് അല്ലെങ്കിൽ വെളിയിൽ ട്രാൻസിറ്റൊക്കെ വരുന്നവർക്ക് അത് ഭയങ്കര ഉപകാരപ്പെടും. പിന്നെ ഇവിടെ ബാഗ് റാപ്പിംഗ്, പിന്നെ ലോണ്ട്രി സർവീസ്, ഇതെല്ലാം നമുക്കിവിടെ ഈ ഒരു കട ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ടെർമിനൽ 3യിലാണ്. ആർ യു ഗൈസ് എക്സൈറ്റഡ്? എക്സൈറ്റഡ് ആണല്ലേ? നമ്മൾ എന്തിനാണ് ഇപ്പോൾ ഇവിടെ ടെർമിനൽ 3യിൽ വന്നിരിക്കുന്നതെന്നല്ലേ? അതെ, ടെർമിനൽ 3യിൽ നമ്മളിപ്പോൾ ഒരു ടെർമിനൽ 5 കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ? ടെർമിനൽ 3യിലാണ് ടെർമിനൽ 5ൻ്റെ ആ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് കാണാം. അടിപൊളി ഒരു സംഭവമാണ്. സോ സ്റ്റേ ട്യൂൺ ഗൈസ്. ഇപ്പം നമ്മളിവിടെ T5 ഇൻ ദ മേക്കിംഗ് എക്സിബിഷൻ, അപ്പം അതിൻ്റെ വെളിയിലാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ കുറേ സംഭവങ്ങൾ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് എക്സ്ക്ലൂസീവ് ഡീൽ ഫോർ വിസിറ്റേഴ്സ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കിസോ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു ബോർഡിംഗ് പാസ് ഉണ്ട്. ആ ബോർഡിംഗ് പാസ് നമുക്കിവിടെ സ്കാൻ ചെയ്തിട്ട് വേണം കയറാൻ. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവർ ഈ ഒരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ടെർമിനൽ 3 അല്ലേ? ടെർമിനൽ 3യിൽ എയർപോർട്ടിൻ്റെ അറൈവൽ സെക്ഷനിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. സ്റ്റേ ട്യൂൺ ഗൈസ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ടെർമിനൽ 5 എങ്ങനെയാണെന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം അല്ലേ? അപ്പം നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ ബോർഡിംഗ് പാസ് പ്രിൻ്റ് ചെയ്ത് വരും. എന്ത് ചെയ്ത് സ്കാൻ? ഓക്കെ. അപ്പം നമ്മുടെ പേരെല്ലാം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പേരെല്ലാം ഇത് കാണിക്കും. എല്ലാം പേരും സെലക്ട് ചെയ്തോ? ഓ, പ്രിന്റിംഗ് ഇൻ പ്രോഗ്രസ്. എന്താ അല്ലേ, ഒരു എക്സിബിഷൻ തന്നെ അവർ ആ ഒരു എയർപോർട്ട് ഫ്ലൈറ്റ് ചെക്ക് ഇൻ എന്നുള്ള രീതിയിലാണ് അവർ കൊടുത്തേക്കുന്നത്. ബസ്സോ? ബസ്സൊന്നുമല്ല, ഇതുണ്ട് ഇവിടെ. ഓഫ്, അടിപൊളി. എല്ലാടെയും കിട്ടും അല്ലേ? ഇല്ല, ഈ 1 out of 4 boarding pass. Tony Sebastian's boarding pass. Okay guys, my boarding pass. എൻ്റെ ഇത് ബോർഡിംഗ് പാസ്. Wait, slowly. ഓ, ഇതിൻ്റെ അകത്ത് ഇതുണ്ടോ, കളക്ട് ഓൾ 5 സ്റ്റാമ്പ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും ബോർഡിംഗ് പാസ് കിട്ടും. ഇതിൻ്റെ ബോർഡിംഗ് പാസ്സിൽ കിട്ടുന്ന പേര്, പിന്നെ എല്ലാവരുടെയും ബോർഡിംഗ് പാസ്സിലെ പേര്, ടൈം, ഡെസ്റ്റിനേഷൻ ഇസ് ചാങ്ങി എയർപോർട്ട് ടെർമിനൽ 5. ഓക്കെ. അതെ. ടെർമിനൽ 5 ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഇപ്പം ഈ ഒരു എക്സിബിഷൻ നടക്കുന്നത്. നമുക്ക് നോക്കാം ഇത് ടെർമിനൽ 5 എന്താണെന്ന്. നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, യുവർ എക്സ്പീരിയൻസ് സ്റ്റാർട്ട്സ് ഹിയർ. ലോറ ഇപ്പോൾ അകത്തോട്ട് പോയിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും അകത്തോട്ട് വന്നു. കം ഓൺ ഗൈസ്. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ ചാപ്റ്റർ 1 എന്ന് പറയുന്നത് എയർപോർട്ടിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ആദ്യത്തെ എയർപോർട്ട് എന്ന് പറയുന്നത് പായലേബറിലായിരുന്നു. അത് 1955 ബിൽഡ് ചെയ്തു. അതിനൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു ഷേപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ് ഈസ് ഇത് കണ്ടോ, ഇതുപോലൊരു മഷ്റൂം ഷേപ്പ് ആയിരുന്നു അതിന്. പക്ഷേ ഈ പായലേബർ എന്ന് പറയുന്നത് സിറ്റിയുടെ സെൻറ്ററിലായതുകൊണ്ട് അതിന് എക്സ്പാൻഷൻ ഇല്ല. കൂടുതൽ നമുക്ക് എയർപോർട്ട് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്ത് നമ്മുടെ ലീ ക്വാൻ യു ആണ് പറഞ്ഞത്, വി വിൽ മൂവ് ഇറ്റ് ഫ്രം പായലേബർ ടു ചാങ്ങി. അങ്ങനെയാണ് ചാങ്ങിയിൽ ഒരു 870 ഹെക്ടേഴ്സ് ഓഫ് ലാൻഡ്. അന്നേരമാണെങ്കിൽ ഒരു ക്രൈസിസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ഓയിൽ ക്രൈസിസ് 1973. ബട്ട് അതിൽ സെറ്റ് ബാക്ക് ചെയ്യാതെ ലീ ക്വാൻ യു ചാങ്ങിയിലോട്ട് എയർപോർട്ട്, ഓൾറെഡി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത എയർപോർട്ട് പായലേബറിൽ നിന്ന് മാറ്റി ചാങ്ങിയിലോട്ട് കൊണ്ടുവന്ന് ഇപ്പോൾ അത് ഇത്രയും
ഫ്ലറിഷ്ഡ് ആയിട്ട് നിർത്തിയത് ഈ ഒറ്റ മനുഷ്യന്റെ അല്ലെ ഒരു ലീക്കോനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള സംഭവമാണ്. ലീക്കോനി പറഞ്ഞിട്ടില്ലേ, ഇഫ് യു ഡോണ്ട് എക്സ്പാൻഡ് ദ ട്രാഫിക് വിൽ ഗോ എൽസ്വെയർ. ഇതൊരു വലിയൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, അതായത് നിഷ പറഞ്ഞ പോലെ പായലേബറിൽ നിന്ന് ടാങ്കി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് കൊണ്ടുവരാൻ ഇങ്ങയുടെ ഒരു സ്ട്രോങ് ലീഡർഷിപ്പാണ് ഇത് നടത്തിയത്. പായലേബറിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് പായലേബർ സിറ്റിയുടെ നടുക്കായതുകൊണ്ട് എത്രത്തോളം എക്സ്പാൻഡ് ചെയ്യും, നോയിസ് പൊല്യൂഷൻ ആൻഡ് ലിമിറ്റഡ് സ്പേസ് അല്ലേ, എക്സ്പാൻഷൻ നമുക്ക് പറ്റത്തില്ല. അപ്പം നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് വേണമെന്ന് പറയുന്നത് ഇതാണ്. ഇരുട്ടാണ്. ആ ഇരുട്ടിന്റെ നടുക്കൊരു വലിയ ഗ്ലോബ്, ഒരു റിയൽ ഗ്ലോബ്, ഇങ്ങനെ റിവോൾവിംഗ് ആയിട്ടുള്ള ഒരു ഗ്ലോബ്. ഇവിടെ പ്രൊജക്ടർ ഉണ്ട്. ആ പ്രൊജക്ടർ വഴിയാണ് ഈ സാധനങ്ങൾ. മനസ്സിലായില്ലായിരുന്നു? എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഈ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. അവനിങ്ങനെ ഈ എക്സിബിഷൻ്റെ ഈ ഒരു ലുക്ക് ആൻഡ് ഫീലും ഇതുണ്ട്, ഈ പ്രൊജക്ടേഴ്സൊക്കെ, അത് വലിയൊരു ടെക്നോളജി കേട്ടോ. നമുക്ക് ഈ ജസ്റ്റ് പ്രൊജക്ടർ കാണുന്നെങ്കിലും ഇറ്റ്സ് എ ബിഗ് ടെക്നോളജി, ഇറ്റ്സ് എ വെരി ഗുഡ് ടെക്നോളജി. അപ്പം പ്ലീസ് ഡു നോട്ട് ടച്ച് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു അല്ലേ ഗ്ലോബ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കം ഓൺ ഗൈസ്. നമ്മൾ ഇവിടെ ഇങ്ങോട്ട് കയറി വരുമ്പം ഇവിടെ ഒരു ഷോ ഉണ്ട് കേട്ടോ. T5 will be able to handle about 50 million passengers per year. അതായത് 2030 ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് കേട്ടോ. വാ നമുക്ക് ഈ ഷോ ഒന്ന് കാണാം, എന്താണ് T5 എന്നുള്ളത്. ഐ വിൽ ഷോ യു ഗൈസ്. Life with technological delights that make every step effortless. A marvel of fantastical engineering where innovation inspires all. And above all, a place of community connections where stories unfold and people come together. Through bold imagination and countless refinements, the vision began to take shape. Will span from Chinatown to Raffles Place. What if Terminal 5 could truly be an extension of Singapore? Reimagining it as a series of neighborhoods taking shape under a canopy. We break it down into a collection of places. Big spaces, small spaces, intimate spaces. A true extension of the city itself rather than just an airport terminal. And just like a forest, the roof leaves allow natural light to filter through, evoking a sense of dynamism, warm, welcoming, and alive with activity. Through smooth and seamless travel by air, sea, and land, this is where our journey to the world and the world's journey to Singapore take flight. ഇവിടെ ഇങ്ങനെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വലിയൊരു ഡിജിറ്റൽ സ്ക്രീനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ഷോ നടന്നു കഴിഞ്ഞിട്ട് പിന്നെ അവരത് കാണിക്കാൻ പോകുന്നത് അതാണ് ടെർമിനൽ 5ന്റെ ഫുൾ ഡീറ്റെയിൽസ് ഗൈസ്. നമുക്ക് അങ്ങോട്ട് പോകാം. ഈ ഒരു ഡോർ ഒരു ഡിജിറ്റൽ സ്ക്രീൻ ആയിരുന്നു. ആ സ്ക്രീൻ ചെയ്യും. Konnichiwa. Bonjour. Ciao. I am capable of walking, but seeing the crowd in this zone, I think I will. അടിപൊളിയായിരിക്കേ. 2030 ആകുമ്പോഴത്തേനും നമുക്ക് നമ്മളെ ഗ്രീറ്റ് ചെയ്യാനും നമുക്ക് എയർപോർട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാനൊക്കെ ഹ്യൂമനൈസ് ചെയ്യണം. നമുക്ക് ഈ ഒരു റോബോട്ടിനെ നമുക്ക് വീട്ടിൽ മേടിച്ചേക്കാം. വീട്ടിൽ വേണ്ട, ഇപ്പൊ എയർപോർട്ട് വീട്ടിൽ വേണ്ട. ഇങ്ങനെ നിൽക്കുമ്പോഴത്തേനും ഈ റോബോട്ട് നിന്നെക്കാളും ഉണ്ടല്ലോ ഇത്. അതായത് ഗൈസ്, നിങ്ങൾ ടെർമിനൽ 5 വരുമ്പം നിങ്ങൾ കാണാൻ പോകുന്നത് ഇതൊക്കെ ഈ ഒരു സർട്ടിസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സെക്യൂരിറ്റി, ഈ നമ്മുടെ എയർപോർട്ട് പോലീസൊക്കെ പറയല്ലേ, അതുപോലത്തെ ഇതാണ് കേട്ടോ. അപ്പം അവിടെയൊക്കെ വരുവാണെങ്കിൽ ഇപ്പോൾ ഈ റോബോട്ട് ഡാൻസ് കളിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പല മോഷൻസ് അവർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഡാൻസ് ആണ്, അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാന്നൊക്കെ നമ്മൾ ചോദിക്കുന്ന ഇൻഫർമേഷൻ 2030 നമുക്ക് ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഇതിന്റെ വേറൊരു പ്രത്യേകത. ഇനിയുണ്ട് കാര്യങ്ങൾ. ഇനിയിപ്പോ ലഗേജ് ഒക്കെ എങ്ങനെയായിരിക്കും ഓട്ടോമേറ്റ് ചെയ്ത്, അതായത് മാൻ പവർ ഉണ്ടല്ലോ ഇതൊക്കെ എടുത്ത് വെക്കാനൊക്കെ, ഇത് മൊത്തം ഓട്ടോമേഷൻ ചെയ്യത്. എൻറ്റയർ ജേർണി കുഡ് ബി ഓട്ടോമേറ്റഡ്. എന്നാലും ആൾക്കാർ വേണം ഇതിനൊന്ന് ചെക്ക് ചെയ്യാനും കാര്യങ്ങളും
കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ. അതെ, ഇതാണ് T5ന്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ഇതായിരിക്കും. ഇത് കണ്ടോ, ഇതെല്ലാം നല്ല ഓട്ടോമേറ്റ് ചെയ്ത് അല്ലേ, ഓട്ടോമേറ്റ് ചെയ്ത്. ഓട്ടോമേറ്റഡ് റൈഡ് ആൻഡ് ഗൈഡ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ പ്രായമായിട്ടുള്ള ഒരു എൽഡർലി, കാരണം ഈ ടെർമിനൽ 5 ആക്ച്വലി ക്ലൈമറ്റ് ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെർമിനൽ 5, അതിനെയും കൂടെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ടെർമിനൽ 5 ഉണ്ടാക്കി വെക്കുന്നത്. ഒപ്പം ഈ എൽഡർലി ഏജിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി മൊബിലിറ്റിക്ക് വേണ്ടി അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ഇതൊരു പേഴ്സണൽ ഗൈഡ് പോലെയാണ്. ഇതെല്ലാം ഇരുന്ന് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു മൊബൈൽ പോലെ സംഭവം ഉണ്ട്, അതിലോട്ട് ഡീറ്റെയിൽസ് അടിച്ചു കൊടുത്താൽ ചിലപ്പോൾ വീഡിയോ അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പൊ ആ ഒരു അപ്പച്ചൻ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള അപ്പച്ചനകത്തേക്ക് കയറി ഇരുന്നാൽ മതി. എന്നിട്ട് ടെർമിനൽ 5 വന്ന് ഇറങ്ങുന്നു, ടെർമിനൽ 1 ടെർമിനൽ 1 അടിച്ചു കൊടുക്കുന്നു, നേരെ ഇവൻ അവിടെ കൊണ്ടെത്തിക്കുന്നു. അതെ, ഇതെല്ലാം സെൽഫ് ഗൈഡഡ് ആണ് കേട്ടോ. സെൽഫ് ഗൈഡഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതൊരു റോബോട്ട് പോലെ അത് ആക്ട് ചെയ്യും. ഓക്കെ, അടിപൊളി ഒരു സംഭവം. ഇവിടെ ഇരിക്കുന്ന ഈ ചെടികളെല്ലാം ഉണ്ടല്ലോ, ഇവിടുത്തെ എല്ലാം റിയൽ ആണ്, എല്ലാം റിയൽ ആണ്. ഇവിടുത്തെ പ്രത്യേകം ചെടികളുണ്ട്, അത് തന്നെയാണ് ഇവിടെ ഷോക്കേസ് ചെയ്യാൻ. സിംഗപ്പൂരിന്റെ നാഷണൽ ഫ്ലവർ ഏതാ? വാൻഡാ മിസ് ജോക്കിയം. ഓർക്കിഡ് അല്ലേ? ഓർക്കിഡിനകത്ത് നീ പറഞ്ഞതന്നെ, ഓർക്കിഡിനകത്തെ ഒരു വെറൈറ്റിയാണ് വാൻഡാ മിസ് ജോക്കിയം. ഇതാണ് അവർ പറഞ്ഞേ, നെയ്ബർഹുഡ് രീതിയിൽ ആണ് ഇതെല്ലാം ഇങ്ങനെ ചെറിയ 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 സ്പേസസ് ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 5C, 5B, 5A ഇങ്ങനെ ഒരു നല്ല രസമായിട്ടാണ് കിടക്കുന്നത്. എനിക്ക് ഒരൊറ്റ ഡിസൈനാണ് ഇത് വരുന്നത്. അത് അവിടുന്ന് ഇങ്ങനെ ഇതുണ്ട്, ഇത് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ ആണ് കേട്ടോ. ഇതുണ്ട്, ഇവിടുന്ന് അണ്ടർഗ്രൗണ്ട് ട്രെയിൻ വന്നിട്ട് ഇത് ഓരോ നെയ്ബർഹുഡ് ഇങ്ങനെ വെച്ച് ഇതിങ്ങനെ പോയിട്ട് പിന്നെ ഇവിടെ ഒരു ഗ്രൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വലിയതായിട്ടുണ്ട്. അതായത് ചാങ്ങി ഈസ്റ്റ് അർബൻ ഡിസ്ട്രിക്റ്റ് ആണ്. സബ്ജക്ട് ടു ഡീറ്റെയിൽ പ്ലാനിങ് ഉണ്ട്. പക്ഷെ ഇങ്ങനെയാണ് അത് കാണുന്നത്. 50 മില്യൺ പാസഞ്ചേഴ്സിനെ അവർ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടെർമിനലും കൂടെ വന്നു കഴിയുമ്പം ചാങ്ങി എയർപോർട്ടിന്റെ ട്രാഫിക് എന്ന് പറയുന്ന 140 മില്യൺ പാസഞ്ചേഴ്സ്. ഗൈസ്, ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സിംഗപ്പൂരിൽ വന്നിട്ടില്ലെങ്കിൽ യു ഷുഡ് കം ആൻഡ് എക്സ്പ്ലോർ സിംഗപ്പൂർ. സിംഗപ്പൂർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ പല വീഡിയോസ് കാണുന്ന പോലത്തെ അങ്ങനെയല്ല. സിംഗപ്പൂർ എന്ന് പറയുന്നത് നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടതാണ് ഇൻ എ ലക്ഷറി വേ. ഇതാണ് ഫ്യൂച്ചർ. നമ്മൾ ആ മുമ്പേ കയറി വന്നപ്പോൾ അവർ ആ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. 1977 വേൾഡ് വാർ കഴിഞ്ഞിട്ട് ഈ പയ ലേബറിലെല്ലാം സെറ്റപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ വേൾഡ് വാർ 2 പോസ്റ്റ് വേൾഡ് വാറിൽ കുറേ ഡൈവേഴ്സ് ചാങ്ങി ഈസ്റ്റ് കോസ്റ്റിൻ്റെ സീയിൽ പോയിട്ട് ഇത് എയർപോർട്ട് ആക്കാൻ പറ്റുമോ എന്നൊക്കെ കുറേ എക്സ്പ്ലോർ ചെയ്തിട്ട് 1981 ടെർമിനൽ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു 800 ഹെക്ടേഴ്സ് ആയിരുന്നു. അന്നേരം തന്നെ ലീ ക്വാൻ യു ആ ടെർമിനൽ 2 സ്പേസും ആ റൺവേയും എല്ലാം വിഷൻ ചെയ്തിട്ടാണ് അവർ അന്നേരം ചെയ്തത്. പക്ഷേ ഒരെണ്ണേ തുറന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം 2026 ഇതിനു വേണ്ടി അവർ 1080 ഹെക്ടേഴ്സും കൂടെ എടുത്തിട്ട് എക്സ്പാൻഡ് ചെയ്ത്, അത് ആ പയ ലേബറിലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. ചാങ്ങി ഇങ്ങനെ അറ്റത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് എക്സ്പാൻഡ് ചെയ്ത് എന്തൊരു വിഷനല്ലേ. അതെ. അപ്പോൾ ഗൈസ്, ഞങ്ങളിപ്പോൾ ഇവിടെ ടെർമിനൽ 5 ഇൻ ദ മേക്കിംഗ് ആ ഒരു എക്സിബിഷനിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മളെല്ലാവരും ഉണ്ട്. അപ്പം നമ്മൾ 2030 നമുക്ക് ഈ ഒരു ടെർമിനൽ 5 നമുക്ക് കാണാൻ സാധിക്കും.